ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത് ആ പെണ്ണിനെയും കൂട്ടി നമ്മുടെ അലീനാൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോൾ അലീനാൻ്റെ അടുത്ത് രോഹിത് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അലീന ചോദിക്കുകയാണ് ഇതേതാ ഈ പെൺകുട്ടിയെന്ന്. അപ്പോൾ നമ്മുടെ രോഹിത് പറയാണ് അതൊക്കെ നീ എന്തിനറിയണത്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ആരെ വേണേലും കൊണ്ടുവരും, നീ എന്തിനും ഇതൊക്കെ അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനാൻ്റെ അടുത്ത് തട്ടിക്കയറാണ്. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറാണ്. ആ പെൺകുട്ടി രോഹിത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതാണോ ഇവിടുത്തെ സെർവൻറ്റ്, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ രോഹിത് പറയാണ് അവൾക്കൊക്കെ എന്ത് സൗന്ദര്യം എന്നാണ് നീ പറയുന്നത്, അവളെക്കാളും സൗന്ദര്യം ഉണ്ട് നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ അങ്ങനെ പുകഴ്ത്തി പറയാണ്. അങ്ങനെ ആ പെൺകുട്ടിക്ക് ആ വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് രോഹിത്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് എൻ്റെ സാമ്രാജ്യം കാണണ്ടേന്ന്. അപ്പോൾ ആ പെൺകുട്ടി എടുത്തതൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് കാണാണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് പോവാണ്. അതേസമയം നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജിജോൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ അവിടെയുള്ള ഫോട്ടോസൊക്കെ നോക്കുകയാണ്, ജിജോൻ്റെയും ഷെറിൻ്റെയും ഒക്കെ. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ നല്ല ക്ലീനാക്കി വെക്കുന്നുണ്ട്. ശേഷം നമ്മുടെ അലീനാണെങ്കിൽ ആ വാതിൽക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും എന്താ വരാത്ത എന്താ ഇറങ്ങാത്തതെന്നൊക്കെ വിചാരിച്ചിട്ട്. റൂമിനകത്താണെങ്കിൽ നമ്മുടെ രോഹിത്തും പെണ്ണും കൂടെ ആവശ്യമില്ലാണ്ട് ഓരോന്നും ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാട്ടാ. പിന്നീട് ജിജോൻ്റെ ഫോട്ടോയും നോക്കിയിട്ട് നമ്മുടെ രേവതി കുട്ടി പറയാണ് എന്തിനാ നേരത്തെ പോയത്, പപ്പയെയും അമ്മയെയും തനിച്ചാക്കി കഷ്ടം ഉണ്ടിട്ടോ ഇങ്ങനെ പോയത്. അപ്പോൾ അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് സാരമില്ലാട്ടോ ഇപ്പം ഞാനുണ്ട് അവർക്ക് കൂട്ടുന്നൊക്കെ പറയാണ് രേവതി കുട്ടി. അങ്ങനെ ജിജോൻ്റെ ഫോണും ഫോട്ടോസും ആൽബമൊക്കെ അങ്ങനെ എല്ലാം എടുത്ത് നോക്കുകയാണ്. ഫോണാണെങ്കിൽ കുത്തി വെക്കുന്നുണ്ട് ചാർജ് ഇല്ലാഞ്ഞിട്ട്, അപ്പോൾ ഫോണൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതേസമയം നമ്മുടെ അലീനക്ക് സഹിക്കെട്ടിട്ട് ഡോറിൽ വന്ന് തട്ടാട്ടാ രോഹിത്തിൻ്റെ. അപ്പോൾ അലീനയോടുള്ള ദേഷ്യം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയാണ് രോഹിത്ത്. അങ്ങനെ ഈ വിവരം അലീന മുത്തശ്ശിയോട് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളൊരു കാര്യം ചെയ്യേ, ബാലനെ വിളിച്ച് പറയുന്നു, കലണ്ടറിൽ അവൻ്റെ സ്വർണ്ണക്കടയത്തെ നമ്പറൊക്കെ ഉണ്ട്, മോള് വിളിച്ച് പറയേ. നീ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കണത്, ഇത് നിൻ്റെ കൂടപ്പിറപ്പാണെങ്കിൽ നീ ഇങ്ങനെ നോക്കി നിൽക്കുമെന്നൊക്കെ ചോദിക്കാട്ടെ മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട് ഇത് ലാസ്റ്റ് എനിക്ക് തന്നെ പാരയാവോന്ന്. അപ്പോൾ അലീന എൻ്റെ അടുത്ത് പറയാണ് മോളൊന്നും നോക്കണ്ട, ഇത് നീ എന്തായാലും നീ ബാലനെ വിളിച്ച് കാര്യം പറയും, അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് നീ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വരും, അപ്പോൾ നിനക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി ഇട്ടാ. അങ്ങനെ ആ സമയത്തുള്ള വെപ്രാളം കൊണ്ട് നമ്മുടെ ബാലചന്ദ്രനെ ഫോൺ വിളിച്ച് കാര്യം പറയുന്നുണ്ട് അലീനാട്ട. അങ്ങനെ ഈ വിവരം അറിഞ്ഞ് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരാണ്. രോഹിത്തിൻ്റെ ഡോറിൽ വന്ന് തട്ടുമ്പോൾ ഇത് നമ്മുടെ അലീനയെന്ന് വിചാരിച്ചിട്ട് ദേഷ്യം കൊണ്ട് ഓരോന്ന് പറഞ്ഞു കണ്ട് ഡോർ തുറക്കാണ് രോഹിത്ത്. അപ്പോൾ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ കരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ പെണ്ണിനെയും വിളിച്ചേർത്തിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അച്ഛൻ ഇതിൽ ഇടപെടേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത്ത് തട്ടി കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും പൊട്ടിക്കാണ് നമ്മുടെ രോഹിത്തിൻ്റെ കരണം നോക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടുതൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്